സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ജീവിതാനുഭവം കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. ഇന്നത്തെ ശുശ്രൂഷ നമുക്കെല്ലാവർക്കും വലിയ അനുഗ്രഹത്തിന് വിടുതലിൻ്റെ കാരണമായി തീരട്ടെ. ഒന്നിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. നിൻ്റെ മഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ വിടുതലിന്, വലിയ സൗഖ്യത്തിന്, വലിയ നന്മയ്ക്ക് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. അണിപ്പാടുള്ള കരങ്ങളിൽ വെച്ച് നിൻ്റെ ദാസനെ ഉപയോഗിക്കണം. വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. വൻ കാര്യങ്ങളെ ചെയ്യുവാൻ നീ വിശ്വസനാകിയാൽ സ്തോത്രം. സന്നിധിയിലേക്ക് മറ്റുമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ വിടുവിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ കുറവശങ്ങൾ ക്ഷമിച്ച് അവിടുത്തെ മഹത്വം ഞങ്ങളോട് വെളിപ്പെടുത്തുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. സകലമാന മഹത്വത്തെ കർപ്പിക്കുന്ന യേശുപോലെ താഴ്മയായി ചോദിക്കുന്ന കേൾക്കുമാറകണമേ. അമേൻ, അമേൻ, അമേൻ. എൻ്റെ കഥയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ 200 എപ്പിസോഡുകൾ തികഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം നമ്മൾ കേട്ടു. 201 എപ്പിസോഡ്. ഇത്രത്തോളം തുണച്ച കർത്താവിനെല്ലാം നന്ദിയും പറയുകയാണ്. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമാകുന്ന ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നാളുകളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ നമ്മുടെ ഈ സെഷനിൽ കൊണ്ടുവരണമെന്ന്. ഇപ്പോഴാണ് നമുക്ക് സാവകാശം ഒരുങ്ങിയത്. മുംബൈക്കാരൻ തന്നെ, ഞങ്ങളുടെ മുംബൈയിൽ നിന്നുള്ള പാസ്റ്റർ സിനു മാത്യു, വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ പാസ്റ്ററെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. സുഖമായിട്ടിരിക്കുന്ന പാസ്റ്ററെ? ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറയായിരുന്നു, മുംബൈക്കാരൻ തന്നെയാണ്. നമ്മൾ മുംബൈക്കാർ ഒന്നിച്ചു വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലേ? പാസ്റ്റർ പനവേലിൽ. അതെ പാസ്റ്റേ, ഞാൻ നവി മുംബൈയിലെ പനവേലില് ഖേർവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശരി. വളരെ വ്യത്യസ്തമാകുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്നു, ഒരു പ്രേക്ഷിത പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം, അനേകർക്ക് അങ്ങനെ ആശ്വാസമാകുന്നു. ഇതൊക്കെയാണ് ചുരുക്കമായിട്ട് പറഞ്ഞാൽ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട തമ്പി മാത്യു അങ്കിളാണ് പാസ്റ്ററുടെ നമ്പർ എനിക്ക് തന്നത്. അതുപോലെ ബിനു ജോസഫ് വടശ്ശേരിക്കര, ഇവരൊക്കെ എന്നോട് പറഞ്ഞ് പാസ്റ്ററുടെ അനുഭവം ഒന്ന് കൊണ്ടുവരണം, വളരെ അനുഗ്രഹമായി തീരുമെന്ന്. തമ്പി മാത്യു അങ്കിളിനോടും ബിനു ജോസഫ് വടശ്ശേരിക്കരോടും ഒക്കെയുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. പാസ്റ്ററെ നമുക്ക് പരിചയപ്പെടുത്തി നൽകിയതിൽ, ഇങ്ങനെ ഒരു അനുഭവം കൊണ്ടുവരുവാൻ സാഹചര്യം ഒരുക്കിയതിൽ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ നാട്ടിലൊക്കെ എവിടെയാണ്? ഞാൻ നാട്ടില് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കോക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. ശരി. എത്ര വർഷമായി ബോംബെയിലായിട്ട്? ഞാൻ ബോംബെ വന്നിട്ട് 20 വർഷമാണ്. ശരി, 20 വർഷങ്ങൾ. ഞാൻ ആക്ച്വലി പക്ഷേ ബോംബെയിൽ നാട് വിട്ട് വന്നതാണ്. ഓ, അത് ശരി. ബോംബെയിൽ സാധാരണ നമ്മളിങ്ങനെ കേൾക്കാറില്ലേ, നമുക്കൊരു വിഷൻ കിട്ടി ബോംബെക്ക് പോയെന്ന്? അങ്ങനല്ല. ഒരിക്കലും അല്ല. ഞാൻ നാട്ടില് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാ. ഈ ദൈവത്തിന് ഒരാളിന്റെ മേൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേതു വഴി സഞ്ചരിച്ചാലും തമ്പുരാന്റെ വഴിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് എന്നെ, സത്യം പറഞ്ഞ പാസ്റ്റേ, 2006 ജൂലൈ 17 ജീവിതം അവസാനിപ്പിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ എൻ്റെ റൂമിൽ കയറ് കെട്ടിയ ഒരു മനുഷ്യനാണ്. ആ സ്ഥലത്ത് നിന്നാണ് ദൈവം എന്നോട് പറഞ്ഞ് ബോംബെക്ക് വിട്ടോളാം. ഞാൻ ഇവിടെ വന്നു. സത്യം പറഞ്ഞ ടിക്കറ്റ് എടുക്കാൻ കാശില്ലാതെ തിരുവനന്തപുരത്തുനിന്ന് നേത്രാവതിയുടെ ലോക്കലിൽ ഇരുന്ന് ബോംബെ വന്ന ആളാണ്. ഒരു വലിയ ജീവിതാനുഭവമാണല്ലോ. ആന്ന് പാസ്റ്റേ. നമുക്ക് ആദ്യം മുതലേ കേൾക്കണം പാസ്റ്റർ. ഞാൻ നാടിനെ കുറിച്ച് ചോദിച്ചു, ഒറ്റ ചോദ്യം കൂടി ചോദിച്ചിട്ട് പാസ്റ്റർക്ക് സമയം തരികയാണ്. അതായത് കുടുംബം, മാതാപിതാക്കൾ, പാസ്റ്ററുടെ കുടുംബം, ഇതൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അനുഗ്രഹമായിരിക്കും. പക്ഷേ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അമ്മ വിശ്വാസത്തിലാണ്. പക്ഷെ എൻ്റെ പപ്പ അത്യാവശ്യം ഒരു CPIയുടെ നേതാവും പാർട്ടി പ്രവർത്തനവും പിന്നെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉൾപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്. ഞാനും വളർന്നത് ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും, ഞാൻ അറക്കൽ വില്ലേജ് കമ്മിറ്റിയിലും പുനലൂർ മണ്ഡലത്തിലും ഒക്കെ ഒരുപാട് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പം ജീവിതത്തിലെ എല്ലാം, ഞാൻ സൺഡേയും ഞാനും ആരാധനയ്ക്ക് പോയിരുന്നു എൻ്റെ ചെറുപ്പത്തില്. സത്യം പറഞ്ഞാൽ പക്ഷേ ഞാൻ എൻ്റെ 16ാമത്തെ വയസ്സിൽ ഞാൻ വണ്ടി കിളിയടിക്കാൻ പോയി, ഡ്രൈവിംഗ് പഠിച്ച്
സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പുനലൂരിൽ പല പ്രാവശ്യം പുനലൂർ എസ് ഐനോട് ചോദിച്ചിട്ടുണ്ട്, നീ ജനിച്ചത് തന്നെ വണ്ടിക്കകത്താന്നോടാണ്, കാരണം ലൈസൻസ് ഇല്ലാതെ ഈ വണ്ടി ഓടിക്കും. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകം, അതായത് എന്റെ ആ ചെറുപ്രായത്തിൽ ലോകത്തിലെ എല്ലാ മ്ലേച്ഛതകളിലും ജീവിച്ച് കേസുകൾ ഇഷ്ടം പോലെ, രാഷ്ട്രീയ പ്രവർത്തനം, കേസ് ഇല്ലാത്ത, എവിടെ ഞങ്ങളുടെ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ പേരില്ലാത്തൊരു പ്രശ്നമില്ലായിരുന്നു. ആ ഒരു സ്ഥാനത്ത് നിന്ന് ഞാനൊരു ഹിന്ദു കുടുംബത്തിലെ ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചു. ആക്ച്വലി ഞങ്ങൾ 3 സഹോദരങ്ങളാണ്. എന്റെ ജ്യേഷ്ഠൻ ഇപ്പം ഒമാനിൽ വർക്ക് ചെയ്യുന്നു, അനിയൻ IPCയിലെ പാസ്റ്ററാണ്, പുള്ളി നേരത്തെ മുണ്ടക്കയത്തായിരുന്നു, ഇപ്പോ പുള്ളി വാളകത്തിനടുത്ത് അമ്പലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് സഭാ ശുശ്രൂഷകനാണ്. ഞാൻ വ്യത്യസ്തമായ ഒരു വഴിയിലൂടെ പോയ ആളാണ്. എന്നെ തമ്പുരാൻ ബോംബെ ഓടിച്ചുകൊണ്ട് പോകുന്നു. ശരി പാസ്റ്റർ, അപ്പം നമുക്ക് ഈ ഒത്തിരി കഥകൾ പറയാനുണ്ടെന്ന് മനസ്സിലായി. പാസ്റ്റർ ഇത്രയും ഒരു കുടുംബത്തെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് മറ്റൊരാളെ പരിചയപ്പെടുത്തിയതാണ്. പാസ്റ്ററെ, അദ്ദേഹം ഈ പഴയ മദ്രാസിലെ മോൻ്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ ഒത്തിരി വ്യത്യസ്ത വഴിയിലൂടെ നടന്നതാണെന്ന്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി പാസ്റ്ററും അങ്ങനെ ഒത്തിരി വിപുലകരമായിട്ട് ഒരുപാട് വ്യത്യസ്തമായ വഴിയിലൂടെ ലോകം എന്താണെന്ന് ചെറുപ്രായത്തിലേ മനസ്സിലാക്കിയ ഒരാളാണ്. ശരി, അപ്പൊ ആദ്യം മുതലേ ചെറുപ്രായം മുതലുള്ള ഈ അനുഭവങ്ങളെല്ലാം പാസ്റ്റർക്ക് പറയാം. ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ. ഞാൻ കേൾക്കാൻ റെഡിയാ കേട്ടോ, പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യം ചോദിക്കത്തുള്ളൂ, അതും പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ. കണ്ടിന്യൂ ചെയ്യാം പാസ്റ്ററെ. പക്ഷേ ചെറുപ്രായത്തിലെ ഞാൻ അമ്മ വിശ്വാസത്തിലാണ്. എപ്പോഴും എൻ്റെ വീട്ടില് ഞാൻ ഉണരുന്നതും ഈ അമ്മയുടെ കരച്ചിൽ കിട്ടും. സത്യം പറഞ്ഞ പക്ഷെ ഇന്ന് ഞാൻ ഈ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് തന്നെ എൻ്റെ മാതാവിന്റെ കരച്ചിലിന്റെ ഒരു റിസൾട്ടാണ്. എൻ്റെ നാട്ടിൽ ചെന്നിട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ സിനു മാത്യു ആളെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവനെ പോലെ ഒരു ലോക ഫ്രോഡ് വേറെ ഇല്ലെന്ന് പറയത്തേ ഉള്ളൂ, ആരും ഒരു നല്ല വാക്ക്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി, ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റിയപ്പോ, ദൈവം നമ്മളെ കണ്ടപ്പോ അതിനൊക്കെ മാറ്റം വന്നു. പക്ഷേ ചാർച്ചക്കാര്, ബന്ധുക്കള് ഒരു പ്രാവശ്യം എൻ്റെ അമ്മ പോലെ എന്നോട് പറഞ്ഞു, മോനെ നീ നശിച്ചു പോകത്തേ ഉള്ളൂടെ ഇങ്ങനെ പോയാൽ. പക്ഷേ ആ സ്ഥാനത്ത് അപ്പോഴെല്ലാം ദൈവത്തിന്റെ ഒരു ദൃഷ്ടി എൻ്റെ മേലുണ്ടായിരുന്നു. ഞാൻ എവിടെ പോയാലും ഒരു പ്രതിസന്ധി ചെന്ന് അകപ്പെട്ടു പോകാതെ അതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന് വഴി നടത്തിയ ഒരു തമ്പുരാൻ, ഒരു അദൃശ്യകരം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്. അന്നത്തെ കാലത്ത് എനിക്ക് സ്വന്തമായിട്ട് കാറ്, അത്യാവശ്യം ബിസിനസ്, ഇഷ്ടംപോലെ കൂട്ടുകാർ. ഒരു ദിവസം ഇതെല്ലാം അവസാനിച്ചു. ഞാനൊരു വലിയ, അന്ന് 2006 ഞാനൊരു വലിയ കടക്കാരനായി. അന്നത്തെ കാലത്ത് ഞാൻ 4 ലക്ഷം രൂപയുടെ കടക്കാരനാ. ആൾക്കാർ, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ തെറിയ ആൾക്കാരെ വിളിക്കുന്ന പൈസ കൊടുക്കാൻ. പിന്നെ ഭീഷണി. അപ്പൊ ഞാൻ ചിന്തിച്ചു, അപ്പം എൻ്റെ ഭാര്യ അന്ന് സ്ഥലത്തില്ല. ഭാര്യ സൗദിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുക. എൻ്റെ കയ്യിൽ 2 കൊച്ചുങ്ങളാണ്. എൻ്റെ മോന് 1 വയസ്സും 6 മാസവും, മോക്ക് 8 മാസം പ്രായമുള്ളപ്പോഴായി പുള്ളിക്കാരൻ്റെ സൗദിക്ക് പോകുന്നത്. ഈ കൊച്ചുങ്ങളെ 2 പേരെയും ഞാൻ രാത്രിയിൽ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന് കരയുക. കാരണം തീർന്നു, ഇനി എനിക്ക് മുമ്പോട്ടൊരു വഴിയില്ല, എല്ലാം അവസാനിച്ചു. അന്ന് രാത്രിയിൽ ഞാൻ ഈ കൊച്ചുങ്ങളെ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന് കരയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്നെ നോക്കി കരയും. കാരണം ഈ കൊച്ചുങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞാൻ ഈ കുഞ്ഞുങ്ങളെ എൻ്റെ അമ്മയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞമ്മേ, അമ്മ ഈ കൊച്ചുങ്ങളെ നോക്കണം. അപ്പൊ ഞാൻ അമ്മയോട് ഇതൊന്നും പറയുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണോ ഒന്നും ഞാൻ പറയുന്നില്ല. കൊച്ചുങ്ങളെ ഞാൻ അമ്മയുടെ കൈ കൊടുത്തിട്ട് ഞാൻ റൂമിനകത്ത് കയറി പാസ്റ്റേ ഞാൻ മുട്ടുമേൽ ഇരുന്നു. അപ്പോഴെല്ലാം ഒരു ബൈബിൾ എൻ്റെ കട്ടിലിരിപ്പോൾ. ഞാൻ ഈ ബൈബിൾ എന്നെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് ഞാൻ പൊട്ടിക്കരയോ. ഈ ലൈഫിലെ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്നവനെ ആ ഒരു സിറ്റുവേഷൻ അറിയത്തുള്ളൂ. ഞാൻ വലിയ വാവിട്ട് കരഞ്ഞു ദൈവസന്നിധിയിൽ. അപ്പൊ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒത്തിരി പാപം ചെയ്ത മനുഷ്യനാണ്, ബലഹീനനാണ്, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാം. പക്ഷെ ഞാൻ ഒരു കസാരയിൽ കയറി, ഞാൻ ഒരു ഷോള് ആ റൂമിന്റെ മേളത്തെ പൈപ്പയിൽ കെട്ടി എൻ്റെ കഴുത്തിലിട്ടപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, സിനു നീ മരിക്കേണ്ടവനല്ല, നീ ബോംബെക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ ചോദ്യം, ബോംബെയിൽ എനിക്ക് ആരുമില്ല. അപ്പൊ നോക്കണേ, ഈ ദൈവത്തിന്റെ ഒരു വഴികൾ. ബോംബെയിൽ എനിക്ക് ഒരൊറ്റ ഒരാളെ അറിയത്തുള്ളൂ, സോന മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ. അത് എൻ്റെ വൈഫിന് വിസയ്ക്ക് നാട്ടിൽ ഒരാളുടെ കയ്യില കൊടുത്തേ. ഈ ആള് 75,000 രൂപ വിസയ്ക്ക് 20,000 രൂപ മാത്രമേ ഈ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, ഈ ഏജൻസിയിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 50,000 രൂപ മറ്റേ ആള് മുക്കി. ഇവിടെ ടിക്കറ്റും വിസയും റെഡിയാ. ബോംബെയില് മാഹിമില് ടിക്കറ്റും വിസയും റെഡിയാ.
പക്ഷേ ബാക്കി 50,000 രൂപ കൊടുക്കണം. അന്ന് പുള്ളി എന്നോട് പറഞ്ഞു, മോനെ പൈസ തരുവാണെങ്കിൽ എനിക്ക് ടിക്കറ്റും വിസയും തരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ പുള്ളിയോട് സംസാരിച്ചു, ഞാൻ ഇത്രയും പൈസ കൊടുത്തതാ, ഇനി ഒരു 50,000 രൂപ അറേഞ്ച് ചെയ്യാൻ ഇല്ല. അപ്പൊ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യ്, നിങ്ങൾ വന്നിട്ട് അവള് പോട്ടെ, ജോലി ചെയ്തിട്ട് പുള്ളിക്ക് കുറച്ച് കൊടുത്താൽ മതി. അന്ന് ആ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടത് ഞാൻ. ആ മനുഷ്യന്റെ നമ്പർ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. ഞാൻ രാത്രിയിൽ ഈ മനുഷ്യനെ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, സോനവ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇനി എനിക്ക് മറ്റൊരു വഴിയില്ല ആത്മഹത്യ അല്ലാതെ. പുള്ളി എന്നോട് ചോദിച്ചു, മോനെ നിനക്ക് എന്ത് പണിയറിയാം? ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടി ഓടിക്കാൻ, സ്വന്തമായിട്ട് വണ്ടി ഉള്ളതുകൊണ്ട് വണ്ടി ഓടിക്കാൻ അറിയാം. മോനെ നീ ഇവിടെ വന്നിട്ട് നിനക്ക് റൂട്ട് അറിയത്തില്ല, ഭാഷ അറിയത്തില്ല, നീ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, സോനഭായി, ഇന്ന് നമ്മുടെ ഈ വിഷയത്തിനൊരു തീരുമാനമില്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമോ? പുള്ളി പറഞ്ഞു, മോനെ നീ അത് ചെയ്യരുത്, നീ വരാൻ പറഞ്ഞു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കുർളയിൽ സ്റ്റേഷനിൽ ഇറങ്ങണം, ഞാൻ അവിടെ വന്നേക്കും നേത്രാവതി കയറാൻ. എൻ്റെ പാസ്റ്റേ, രാത്രി എൻ്റെ വീടും വാളകവുമായിട്ട് ഒരു 6 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ രാത്രിയിൽ 12 മണിക്ക്, ഭയങ്കര മഴയാ ജൂലൈയിൽ, ഞാൻ നടന്ന് നനഞ്ഞ് വാളകത്തെത്തി. ഞാൻ ഒരു തിരുവനന്തപുരം ഫാസ്റ്റേ കയറി, തിരുവനന്തപുരത്ത് ഇറങ്ങി, തിരുവനന്തപുരത്ത് നേത്രാവതിയുടെ ലോക്കലിൽ കയറി അനങ്ങാതെ ഒളിച്ചിരുന്ന് ബോംബെ വന്ന ആളാണ്. ബോംബെ വന്നിട്ട് പുള്ളി അപ്പം വന്ന് എന്നെ കൊണ്ടുപോയി. പുള്ളി ഒറ്റയ്ക്ക് റൂമിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പം പുള്ളി ചാവക്കാട്ടുകാരനാണ്, പുള്ളിയുടെ അമ്മ മരിച്ചുപോയി. പുള്ളി നാട്ടിൽ പോയി. പിന്നെ എനിക്ക് ഭക്ഷണമില്ല, എൻ്റെ അടുത്ത് പൈസയില്ല. പക്ഷേ ബോംബെയിൽ മാഹിം ചർച്ചിന്റെ അവിടെ മുതൽ പാരഡൈസ് സിനിമയുടെ അവിടെ വരെ ഞാൻ 15 ദിവസം പൈപ്പിലെ വെള്ളം കുടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ട് വൈകിട്ട്. എൻ്റെ ബോംബെയിലെ എക്സ്പീരിയൻസ് ആണ്. ആഹാരമില്ല, ഭാഷ അറിയത്തില്ല, ജോലിയില്ല. അവസാനം എനിക്ക് ബോംബെയിൽ ഒരു ജോലി കിട്ടി. ഒരു മലയാളിയെ പരിചയപ്പെട്ട്, മാധ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമിയുടെ ഡ്രൈവർ, മുടിയനായ പുത്രൻ പറഞ്ഞ പോലെ ഞാൻ എന്ത് പണിയും ചെയ്യാം. എന്നാ പിന്നെ പന്നിയെ നോക്കിക്കോ, ശമ്പളം. ഞാൻ അന്ന് അവരോട് പറഞ്ഞ, ശമ്പളം എനിക്ക് തന്നില്ലേലും വേണ്ടിയല്ല, എനിക്ക് കഴിക്കാനും കിടക്കാനും ഒരു സ്ഥലം. അങ്ങനെ ഞാൻ 2000 രൂപ സാലറിക്ക് അമൃതാനന്ദ മഠത്തിലെ സ്വാമിക്ക് ഡ്രൈവറായിട്ട് ഞാൻ ജോലി കയറി. 3 വർഷം അതിൻ്റെ ഒരു വലിയ ട്രെയിനിങ് പീരീഡായിരുന്നു. 3 വർഷം അവിടെ ജോലി ചെയ്തു. എനിക്ക് അന്ന് ഞാൻ ചർച്ചകൾ അന്വേഷിക്കുമായിരുന്നു, എവിടെയെങ്കിലും ചർച്ചിൽ പോകാൻ. എന്നെ അവർ വിടുകയല്ല, കാരണം സൺഡേയിൽ അവർ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കും. പിന്നെ അങ്ങനെ ഞാൻ സീവുഡിൽ ഒരു പാസ്റ്ററെ പരിചയപ്പെട്ടു. ഞാൻ പിന്നെ അവിടെ ആരാധിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാനും വൈഫും കൂടെ ഞങ്ങളൊരു തീരുമാനം. ഈ 3 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ കുറേ പൈസ, പുള്ളിക്കാരത്തിൽ ജോലി ചെയ്തത്, എൻ്റെ ശമ്പളം. അപ്പൊ എനിക്ക് ഈ മഠത്തില് ഒരു സാർ ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ സാർ എന്ന് പറയും. പുള്ളി എനിക്ക് ഒരു ചിട്ടിക്കൊക്കെ കൊടുക്കാനും അവിടുത്തെ ഒരു SBIയിൽ ഒരു അക്കൗണ്ടൊക്കെ എടുത്ത് തന്നെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത മനുഷ്യൻ. അങ്ങനെ ഞങ്ങൾ ഈ നാട്ടിലെ കടകളൊക്കെ തീർത്തു. ഞങ്ങൾ തമ്മിൽ ദൈവസ്ഥയിൽ ഞങ്ങൾ തീരുമാനം എടുത്തു, ഇനി നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി. ഇത്രത്തോളം നമ്മളെ നടത്തി ഒരു പുതിയ ജീവിതമാണ്. കാരണം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയ ഇടയ്ക്കൊക്കെ ചോദിക്കുകയാണേ, പാസ്റ്റർ ആരംഭത്തിൽ ഒന്ന് പറഞ്ഞു വൈഫ് ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു എന്ന് പറഞ്ഞു. അതെ അതെ. അപ്പൊ വൈഫ് ഓൾറെഡി വിശ്വാസത്തിൽ വന്നായിരുന്നോ? ആക്ച്വലി പാസ്റ്ററെ, അവരെല്ലാം കട്ടർ ഹിന്ദു വിശ്വാസത്തിലുള്ളവരായിരുന്നു. അപ്പം ഈ പുള്ളിക്കാരത്തിയെ ചർച്ച് ഓഫ് ഗോഡിന്റെ സഭയെ ശുശ്രൂഷിക്കുന്ന ഒരു ആന്റി ഉണ്ട്. ആ ആന്റി പുള്ളിക്കാരത്തി സഭയെ കൊണ്ടുവരാം. പുള്ളിക്കാരത്തി ഞങ്ങൾ പരിചയപ്പെടുന്നതിന് മുന്നേ പുള്ളിക്കാരത്തി ചർച്ചിൽ പോകും, ആരാധനയ്ക്ക്, പക്ഷെ സ്നാനപ്പെട്ടിട്ടില്ലായിരുന്നു. വിശ്വാസി, ദൈവ കർത്താവിനെ അറിയുന്ന പുള്ളിക്കാരത്തി നേഴ്സായിരുന്നു. ശരി. അപ്പൊ അങ്ങനെ പിന്നെ നിങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞായിരിക്കും സ്നാനപ്പെട്ടത് അല്ലേ? വിവാഹം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് എനിക്ക് മക്കളുണ്ടായതിനു ശേഷം. നിയമപരമായി ചർച്ച വെച്ച് വിവാഹം നടക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം. ശരി. അതൊരു വിപ്ലവമായിരുന്നെന്ന് ചുരുക്കം. എന്തോ അത് ഒരു വിപ്ലവമായിരുന്നെന്ന് ചുരുക്കം. അതെ 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 അതെ. അത് ഞങ്ങൾ നാട് വിട്ടു പോയി, വലിയ പ്രശ്നങ്ങളായി. ശരി, കേൾക്കാം, തുടരാം കേട്ടോ. അങ്ങനെ പാഷേ ഞങ്ങൾ തമ്മിൽ ഒരു തീരുമാനം എടുത്തു, നമ്മൾ ഇനി കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലി ചെയ്യുക. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പാഷേ ചർച്ച് മിനിസ്റ്റേഴ്സ് സുവിശേഷം പറയുക ആൾക്കാരുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി മുഴുവനും ജോലി റിസൈൻ ചെയ്തു. ഞങ്ങളുടെ കടങ്ങളൊക്കെ തീർന്നു. എൻ്റെ കൊച്ചുങ്ങൾ നാട്ടിൽ പഠിക്കുമായിരുന്നു. കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൊണ്ടുവന്നു. ഞാൻ ആദ്യമായിട്ട് നവി മുംബൈയില് സീവുഡ്സില് ഒരു ബി ടൈപ്പ് വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഞങ്ങൾ, പുള്ളിക്കാരത്തി സൗദിയിൽ നിന്ന് ഡയറക്റ്റ് ബോംബെയിലാണ് വന്നേച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ നാട്ടിൽ പോയി കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഞാന് കുര്യൻ ഡാനിയൽ എന്ന് പറയുന്ന ഒരു ആക്ച്വലി പുള്ളിയാണ് എനിക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനും
എന്നെ ആക്ച്വലി പുള്ളി എന്നെ ഒത്തിരി ആത്മീയപരമായി, പുള്ളി ഒരു ഓർത്തഡോക്സുകാരൻ. ഈ പലപ്പോഴും ദൈവം ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ളവരെ കൊണ്ട്. പുള്ളി ഒരു ഓർത്തഡോക്സുകാരനാണെങ്കിലും എനിക്ക് പനവേലില് രഹോബത്ത് ബിബ്ലിക്കൽ സെമിനാരി പാസ്റ്റർ യേശുദാസ് ബെന്നിയുടെ അവിടെ വരണം. ഞങ്ങൾ നെറുവിലാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് പുള്ളിക്ക് പലപ്പോഴും പുള്ളി YMCയിലെയും ഹഗായിലൊക്കെ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. പുള്ളി ഒരു ബിസിനസ്സുകാരനാണ്. അപ്പൊ പുള്ളിക്ക് പല മീറ്റിങ്ങുകളുണ്ട്. അപ്പൊ എനിക്ക് ഈ ക്ലാസിന്റെ സമയത്ത് എനിക്ക് പോകാൻ പറ്റാതെ ഒരു പുള്ളി എന്തെന്നറിയുമോ, അന്നത്തെ സമയത്ത് ഊബർ വിളിച്ചു പോയിട്ട് പുള്ളിയുടെ വണ്ടി എനിക്ക് തരും ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ. അപ്പൊ ഞങ്ങൾ ഈ ബൈബിൾ കോളേജിൽ പോകുമ്പോൾ കൊച്ചുങ്ങളെ വീട്ടിൽ രണ്ടുപേരെയും ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു ദിവസം പിന്നെ സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ജീവിതാനുഭവം കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും വലിയ അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരട്ടെ. ഒന്നിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. നിൻ്റെ മഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ വിടുതലിന്, വലിയ സൗഖ്യത്തിന്, വലിയ നന്മയ്ക്ക് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. അണിപ്പാടുള്ള കരങ്ങളിൽ വെച്ച് നിൻ്റെ ദാസനെ ഉപയോഗിക്കണം. വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. വൻ കാര്യങ്ങളെ ചെയ്യുവാൻ നീ വിശ്വസനാകിയാൽ സ്തോത്രം. സന്നിധിയിലേക്ക് മറ്റുമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങൾ വിടുവിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ കുറവശങ്ങൾ ക്ഷമിച്ച് അവിടുത്തെ മഹത്വം ഞങ്ങളോട് വെളിപ്പെടുത്തുവാൻ പോകുന്നുണ്ട് സ്തോത്രം. സകലമാന മുഖത്തോടത്തെ കർപ്പിക്കുന്ന യേശു മൂലം താഴ്മയായി ചോദിക്കുന്ന കേൾക്കുമാറണമേ. അമേൻ, അമേൻ, അമേൻ. എൻ്റെ കഥയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ 200 എപ്പിസോഡുകൾ തികഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം നമ്മൾ കേട്ടു. 201-ാമത്തെ എപ്പിസോഡ്. ഇത്രത്തോളം തുണച്ച കർത്താവിനെല്ലാം നന്ദിയും പറയുകയാണ്. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമാകുന്ന ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നാളുകളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ നമ്മുടെ ഈ സെഷനിൽ കൊണ്ടുവരണമെന്ന്. ഇപ്പോഴാണ് നമുക്ക് സാവകാശം ഒരുങ്ങിയത്. മുംബൈക്കാരൻ തന്നെ, ഞങ്ങളുടെ മുംബൈയിൽ നിന്നുള്ള പാസ്റ്റർ സിനു മാത്യു, വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ പാസ്റ്ററെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. സുഖമായിട്ടിരിക്കുന്നേ പാസ്റ്ററെ? ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറയായിരുന്നു, മുംബൈക്കാരൻ തന്നെയാണ്. നമ്മൾ മുംബൈക്കാർ ഒന്നിച്ചു വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലേ? പാസ്റ്റർ പനവേലിൽ. അതെ പാസ്റ്റേ, ഞാൻ നവി മുംബൈയില് പനവേലില് ഖേർവാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ശരി. വളരെ വ്യത്യസ്തമാകുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്നു, ഒരു പ്രേക്ഷിത പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം, അനേകർക്ക് അങ്ങനെ ആശ്വാസമാകുന്നു. ഇതൊക്കെയാണ് ചുരുക്കമായിട്ട് പറഞ്ഞാൽ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട തമ്പി മാത്യു അങ്കിളാണ് പാസ്റ്ററുടെ നമ്പർ എനിക്ക് തന്നത്. അതുപോലെ ബിനു സാറ്, ബിനു ജോസഫ് വടശ്ശേരിക്കര, ഇവരൊക്കെ എന്നോട് പറഞ്ഞ് പാസ്റ്ററുടെ അനുഭവം ഒന്ന് കൊണ്ടുവരണം, വളരെ അനുഗ്രഹമായി തീരുമെന്ന്. തമ്പി മാത്യു അങ്കിളിനോടും ബിനു ജോസഫ് വടശ്ശേരിക്കരോടും ഒക്കെയുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. പാസ്റ്ററെ നമുക്ക് പരിചയപ്പെടുത്തി നൽകിയതിൽ, ഇങ്ങനെ ഒരു അനുഭവം കൊണ്ടുവരുവാൻ സാഹചര്യം ഒരുക്കിയതിൽ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ നാട്ടിലൊക്കെ എവിടെയാണ്? പക്ഷേ ഞാൻ നാട്ടില് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കോക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. ശരി. എത്ര വർഷമായി ബോംബെയിലായിട്ട്? ഞാൻ ബോംബെ വന്നിട്ട് 20 വർഷമാകും. ശരി, 20 വർഷങ്ങൾ. ഞാൻ ആക്ച്വലി പക്ഷേ ബോംബെയിൽ നാട് വിട്ട് വന്നതാണ്. ഓ, അത് ശരി. ബോംബെയിൽ സാധാരണ നമ്മളിങ്ങനെ കേൾക്കാറില്ലേ, നമുക്കൊരു വിഷൻ കിട്ടി ബോംബെക്ക് പോയെന്ന്? അങ്ങനല്ലേ? ഒരിക്കലും അല്ല. ഞാൻ നാട്ടില് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാ. ഈ ദൈവത്തിന് ഒരാളിന്റെ മേൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേതു വഴി സഞ്ചരിച്ചാലും തമ്പുരാൻ നമ്മളെ തമ്പുരാന്റെ വഴിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് എന്നെ, സത്യം പറഞ്ഞ പാസ്റ്റേ, 2006 ജൂലൈ 17-ാം തീയതി ജീവിതം അവസാനിപ്പിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ എൻ്റെ റൂമിൽ കയറ് കെട്ടിയ ഒരു മനുഷ്യനാണ്. ആ സ്ഥലത്ത് നിന്നാണ് ദൈവം എന്നോട് പറഞ്ഞു ബോംബെക്ക് വിട്ടോളാം. ഞാൻ ഇവിടെ വന്നു. സത്യം പറഞ്ഞ ടിക്കറ്റ് എടുക്കാൻ കാശില്ലാതെ തിരുവനന്തപുരത്ത് നിന്ന് നേത്രാവതിയുടെ ലോക്കലിൽ ഇരുന്ന് ബോംബെ വന്ന ആളാണ്. ഒരു വലിയ ജീവിതാനുഭവമാണല്ലോ. ആന്ന് പാസ്റ്റേ. നമുക്ക് ആദ്യം മുതലേ കേൾക്കണം പാസ്റ്റർ. ഞാൻ നാടിനെ കുറിച്ച് ചോദിച്ചു, ഒറ്റ ചോദ്യം കൂടി ചോദിച്ചിട്ട് പാസ്റ്റർക്ക് സമയം തരികയാണ്. അതായത് കുടുംബം, മാതാപിതാക്കൾ, പാസ്റ്ററുടെ കുടുംബം, ഇതൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ
അനുഗ്രഹമായിരിക്കും. പക്ഷേ എൻ്റെ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അമ്മ വിശ്വാസത്തിലാണ്. പക്ഷേ എൻ്റെ പപ്പ അത്യാവശ്യം ഒരു CPIയുടെ നേതാവും പാർട്ടി പ്രവർത്തനവും ആ, പിന്നെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉൾപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്. ഞാനും വളർന്നത് ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും ഞാൻ അറക്കൽ വില്ലേജ് കമ്മിറ്റിയിലും പുനലൂർ മണ്ഡലത്തിലും ഒക്കെ ഒരുപാട് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പം ജീവിതത്തിലെ എല്ലാം ഞാൻ സൺഡേയും ഞാനും ആരാധനയ്ക്ക് പോയിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. സത്യം പറഞ്ഞാൽ പക്ഷേ ഞാൻ എൻ്റെ 16ാമത്തെ വയസ്സിൽ ഞാൻ വണ്ടി കിളിയടിക്കാൻ പോയി, ഡ്രൈവിംഗ് പഠിച്ച് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പുനലൂരിൽ പല പ്രാവശ്യം പുനലൂർ SI എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ ജനിച്ചത് തന്നെ വണ്ടിക്കകത്താന്നോടാണ്, കാരണം ലൈസൻസ് ഇല്ലാതെ ഈ വണ്ടി ഓടിക്കും. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകം, അതായത് എൻ്റെ ആ ചെറുപ്രായത്തിൽ ലോകത്തിലെ എല്ലാ മ്ലേച്ഛതകളിലും ജീവിച്ച് കേസുകൾ ഇഷ്ടം പോലെ, രാഷ്ട്രീയ പ്രവർത്തനം, കേസ് ഇല്ലാത്ത, എവിടെ ഞങ്ങളുടെ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എൻ്റെ പേരില്ലാത്തൊരു പ്രശ്നമില്ലായിരുന്നു. ആ ഒരു സ്ഥാനത്ത് നിന്ന് ഞാനൊരു ഹിന്ദു കുടുംബത്തിലെ ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചു. ആക്ച്വലി ഞങ്ങൾ 3 സഹോദരങ്ങൾ. എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പം ഒമാനിൽ വർക്ക് ചെയ്യുന്നു, അനിയൻ IPCയിലെ പാസ്റ്ററാണ്, പുള്ളി നേരത്തെ മുണ്ടക്കയത്തായിരുന്നു, ഇപ്പോൾ പുള്ളി വാളകത്തിനടുത്ത് അമ്പലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് സഭാ ശുശ്രൂഷകനാണ്. ഞാൻ വ്യത്യസ്തമായ ഒരു വഴിയിലൂടെ പോയ ആളാണ്. എന്നെ തമ്പുരാൻ ബോംബെ ഓടിച്ചുകൊണ്ട് പോകുന്നു. ശരി പാസ്റ്റർ, അപ്പം നമുക്ക് ഈ ഒത്തിരി കഥകൾ പറയാനുണ്ടെന്ന് മനസ്സിലായി. പാസ്റ്റർ ഇത്രയും ഒരു കുടുംബത്തെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് മറ്റൊരാളെ പരിചയപ്പെടുത്തിയതാണ്. പാസ്റ്ററെ, അദ്ദേഹം ഈ പഴയ മദ്രാസിലെ മോൻ്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ ഒത്തിരി വ്യത്യസ്ത വഴിയിലൂടെ നടന്നതാണെന്ന്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി പാസ്റ്ററും അങ്ങനെ ഒത്തിരി വിപുലകരമായിട്ട് ഒരുപാട് വ്യത്യസ്തമായ വഴിയിലൂടെ ലോകം എന്താണെന്ന് ചെറുപ്രായത്തിലേ മനസ്സിലാക്കിയ ഒരാളാണ്. ശരി, അപ്പൊ ആദ്യം മുതലേ ചെറുപ്രായം മുതലുള്ള ഈ അനുഭവങ്ങളെല്ലാം പാസ്റ്റർക്ക് പറയാം. ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ. ഞാൻ കേൾക്കാൻ റെഡിയാ കേട്ടോ. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യം ചോദിക്കത്തുള്ളൂ, അതും പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ. കണ്ടിന്യൂ ചെയ്യാം പാസ്റ്ററെ. പക്ഷേ ചെറുപ്രായത്തിലെ ഞാൻ അമ്മ വിശ്വാസത്തിലാണ്. എപ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ ഉണരുന്നതും ഈ അമ്മയുടെ കരച്ചിൽ കിട്ടും. സത്യം പറഞ്ഞ പക്ഷെ ഇന്ന് ഞാൻ ഈ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് തന്നെ എൻ്റെ മാതാവിൻ്റെ കരച്ചിലിൻ്റെ ഒരു റിസൾട്ടാണ്. എൻ്റെ നാട്ടിൽ ചെന്നിട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ സിനു മാത്യു ആളെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവനെ പോലെ ഒരു ലോക ഫ്രോഡ് വേറെ ഇല്ലെന്ന് പറയത്തേ ഉള്ളൂ, ആരും ഒരു നല്ല വാക്ക്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റിയപ്പോൾ, ദൈവം നമ്മളെ കണ്ടപ്പോൾ അതിനൊക്കെ മാറ്റം വന്നു. പക്ഷേ ചാർച്ചക്കാര്, ബന്ധുക്കള് ഒരു പ്രാവശ്യം എൻ്റെ അമ്മ പോലെ എന്നോട് പറഞ്ഞു, മോനെ നീ നശിച്ചു പോകത്തിയുള്ളൂടെ ഇങ്ങനെ പോയാൽ. പക്ഷേ ആ സ്ഥാനത്ത് അപ്പോഴെല്ലാം ദൈവത്തിന്റെ ഒരു ദൃഷ്ടി എൻ്റെ മേലുണ്ടായിരുന്നു. ഞാൻ എവിടെ പോയാലും ഒരു പ്രതിസന്ധി ചെന്ന് അകപ്പെട്ടു പോകാതെ അതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന് വഴി നടത്തിയ ഒരു തമ്പുരാൻ, ഒരു അദൃശ്യകരം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്. അന്നത്തെ കാലത്ത് എനിക്ക് സ്വന്തമായിട്ട് കാറ്, അത്യാവശ്യം ബിസിനസ്, ഇഷ്ടംപോലെ കൂട്ടുകാർ. ഒരു ദിവസം ഇതെല്ലാം അവസാനിച്ചു. ഞാനൊരു വലിയ, അന്ന് 2006 ഞാനൊരു വലിയ കടക്കാരനായി. അന്നത്തെ കാലത്ത് ഞാൻ 4 ലക്ഷം രൂപയുടെ കടക്കാരനാ. എനിക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ തെറിയ ആൾക്കാർ വിളിക്കുന്ന പൈസ കൊടുക്കാൻ. പിന്നെ ഭീഷണി. അപ്പൊ ഞാൻ ചിന്തിച്ചു, അപ്പം എൻ്റെ ഭാര്യ അന്ന് സ്ഥലത്തില്ല. ഭാര്യ സൗദിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുക. എൻ്റെ കയ്യിൽ 2 കൊച്ചുങ്ങളാണ്. എൻ്റെ മോന് 1 വയസ്സും 6 മാസവും, മോക്ക് 8 മാസം പ്രായമുള്ളപ്പോഴായി പുള്ളിക്കാരന് സൗദിക്ക് പോന്നേ. ഈ കൊച്ചുങ്ങളെ 2 പേരെയും ഞാൻ രാത്രിയിൽ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന് കരയുക. കാരണം തീർന്നു, ഇനി എനിക്ക് മുമ്പോട്ടൊരു വഴിയില്ല, എല്ലാം അവസാനിച്ചു. അന്ന് രാത്രിയിൽ ഞാൻ ഈ കൊച്ചുങ്ങളെ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന് കരയുമ്പം ഈ കുഞ്ഞുങ്ങൾ എന്നെ നോക്കി കരയും. കാരണം ഈ കൊച്ചുങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞാൻ ഈ കുഞ്ഞുങ്ങളെ എൻ്റെ അമ്മയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞമ്മേ, അമ്മ ഈ കൊച്ചുങ്ങളെ നോക്കണം. അപ്പൊ ഞാൻ അമ്മയോട് ഇതൊന്നും പറയുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണോ ഒന്നും ഞാൻ പറയുന്നില്ല. കൊച്ചുങ്ങളെ ഞാൻ അമ്മയുടെ കൈ കൊടുത്തിട്ട് ഞാൻ റൂമിനകത്ത് കയറി പാസ്റ്റേ ഞാൻ മുട്ടുമേൽ ഇരുന്നു. അപ്പോഴെല്ലാം ഒരു ബൈബിൾ എൻ്റെ കട്ടിലിരിപ്പോൾ. ഞാൻ ഈ ബൈബിൾ എന്നെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് ഞാൻ പൊട്ടിക്കരയോ. ഈ ലൈഫിലെ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്നവനെ ആ ഒരു സിറ്റുവേഷൻ അറിയത്തുള്ളൂ. ഞാൻ വലിയ വാവിട്ട് കരഞ്ഞു ദൈവസന്നിധിയിൽ. അപ്പൊ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒത്തിരി പാപം ചെയ്ത മനുഷ്യനാണ്, ബലഹീനനാണ്.
ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാം. പക്ഷേ ഞാൻ ഒരു കസാരയിൽ കയറി, ഞാൻ ഒരു ഷോള് ആ റൂമിന്റെ മേളത്തെ പൈപ്പയിൽ കെട്ടി എൻ്റെ കഴുത്തിലിട്ടപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, സിനു നീ മരിക്കേണ്ടവനല്ല, നീ ബോംബെക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം, ബോംബെയിൽ എനിക്ക് ആരുമില്ല. അപ്പൊ നോക്കണേ, ഈ ദൈവത്തിന്റെ ഓരോ വഴികൾ. ബോംബെയിൽ എനിക്ക് ഒരൊറ്റ ഒരാളെ അറിയത്തുള്ളൂ, സോന മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ. അത് എന്റെ വൈഫിന് വിസയ്ക്ക് നാട്ടിൽ ഒരാളുടെ കയ്യില കൊടുത്തേ. ഈ ആള് 75,000 രൂപ വിസയ്ക്ക് 20,000 രൂപ മാത്രമേ ഈ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, ഈ ഏജൻസിയിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 50,000 രൂപ മറ്റേ ആള് മുക്കി. ഇവിടെ ടിക്കറ്റും വിസയും റെഡിയാ. ബോംബെയില് മാഹിമില് ടിക്കറ്റും വിസയും റെഡിയാ. പക്ഷേ ബാക്കി 50,000 രൂപ കൊടുക്കണം. അന്ന് പുള്ളി എന്നോട് പറഞ്ഞു, മോനെ പൈസ തരുവാണെങ്കിൽ എനിക്ക് ടിക്കറ്റും വിസയും തരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ പുള്ളിയോട് സംസാരിച്ചു, ഇത്രയും പൈസ കൊടുത്തതാ, ഇനി ഒരു 50,000 രൂപ അറേഞ്ച് ചെയ്യാൻ ഇല്ല. അപ്പൊ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യ്, നിങ്ങൾ വന്നിട്ട് അവള് പോട്ടെ, ജോലി ചെയ്തിട്ട് പുള്ളിക്ക് കുറച്ച് കൊടുത്താൽ മതി. അന്ന് ആ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടത് ഞാൻ. ആ മനുഷ്യന്റെ നമ്പർ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. ഞാൻ രാത്രിയിൽ ഈ മനുഷ്യനെ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, സോനവ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇനി എനിക്ക് മറ്റൊരു വഴിയില്ല ആത്മഹത്യ അല്ലാതെ. പുള്ളി എന്നോട് ചോദിച്ചു, മോനെ നിനക്ക് എന്ത് പണിയറിയാം? ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടി ഓടിക്കണം, സ്വന്തമായിട്ട് വണ്ടി ഉള്ളതുകൊണ്ട് വണ്ടി ഓടിക്കണം അറിയാം. മോനെ നീ ഇവിടെ വന്നിട്ട് നിനക്ക് റൂട്ട് അറിയത്തില്ല, ഭാഷ അറിയത്തില്ല, നീ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, സോനഭായി, ഇന്ന് നമ്മുടെ ഈ വിഷയത്തിനൊരു തീരുമാനമില്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമോ? പുള്ളി പറഞ്ഞു, മോനെ നീ അത് ചെയ്യരുത്, നീ വരാൻ പറഞ്ഞു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കുർളയിൽ സ്റ്റേഷനിൽ ഇറങ്ങണം, ഞാൻ അവിടെ വന്നിരിക്കും നേത്രാവതി കയറാൻ. എൻ്റെ പാസ്റ്റേ, രാത്രി എൻ്റെ വീടും വാളകവുമായിട്ട് ഒരു 6 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ രാത്രിയിൽ 12 മണിക്ക്, ഭയങ്കര മഴയാ ജൂലൈയിൽ, ഞാൻ നടന്ന് നനഞ്ഞ് വാളകത്തെത്തി. ഞാൻ ഒരു തിരുവനന്തപുരം ഫാസ്റ്റേ കയറി, തിരുവനന്തപുരത്ത് ഇറങ്ങി, തിരുവനന്തപുരത്ത് നേത്രാവതിയുടെ ലോക്കലിൽ കയറി അനങ്ങാതെ ഒളിച്ചിരുന്ന് ബോംബെ വന്ന ആളാണ്. ബോംബെ വന്നിട്ട് പുള്ളി അപ്പം വന്ന് എന്നെ കൊണ്ടുപോയി. പുള്ളി ഒറ്റയ്ക്ക് റൂമിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പം പുള്ളി ചാവക്കാട്ടുകാരനെ, പുള്ളിയുടെ അമ്മ മരിച്ചുപോയി, പുള്ളി നാട്ടിൽ പോയി. പിന്നെ എനിക്ക് ഭക്ഷണമില്ല, എൻ്റെ അടുത്ത് പൈസയില്ല. പക്ഷേ ബോംബെയിൽ മാഹിം ചർച്ചിന്റെ അവിടെ മുതൽ പാരഡൈസ് സിനിമയുടെ അവിടെ വരെ ഞാൻ 15 ദിവസം പൈപ്പിലെ വെള്ളം കുടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ട് വൈകിട്ട്. എൻ്റെ ബോംബെയിലെ എക്സ്പീരിയൻസ് ആണ്. ആഹാരമില്ല, ഭാഷ അറിയത്തില്ല, ജോലിയില്ല. അവസാനം എനിക്ക് ബോംബെയിൽ ഒരു ജോലി കിട്ടി. ഒരു മലയാളിയെ പരിചയപ്പെട്ട്, മാതാ അമൃതാനന്ദമയി മഠത്തിലെ സാമിയുടെ ഡ്രൈവർ, മുടിയനായ പുത്രൻ പറഞ്ഞ പോലെ ഞാൻ എന്തു പണിയും ചെയ്യാം. എന്നാ പിന്നെ പന്നിയെ നോക്കിക്കോ, ശമ്പളം. ഞാൻ അന്ന് അവരോട് പറഞ്ഞ ശമ്പളം എനിക്ക് തന്നില്ലേലും വേണ്ടിയല്ല, എനിക്ക് കഴിക്കാനും കിടക്കാനും ഒരു സ്ഥലം. അങ്ങനെ ഞാൻ 2,000 രൂപ സാലറിക്ക് അമൃതാനന്ദ മഠത്തിലെ സ്വാമിക്ക് ഡ്രൈവറായിട്ട് ഞാൻ ജോലി കയറി. 3 വർഷം അതിൻ്റെ ഒരു വലിയ ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. ഞാൻ 3 വർഷം അവിടെ ജോലി ചെയ്തു. എനിക്ക് അന്ന് ഞാൻ എൻ്റെ ചർച്ചകൾ അന്വേഷിക്കുമായിരുന്നു, എവിടെയെങ്കിലും ചർച്ചിൽ പോകാൻ. എന്നെ അവർ വിടുകയല്ല, കാരണം സൺഡേയിൽ അവർ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കും. പിന്നെ അങ്ങനെ ഞാൻ സീവുഡിൽ ഒരു പാസ്റ്റയെ പരിചയപ്പെട്ടു. ഞാൻ പിന്നെ അവിടെ ആരാധിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാനും വൈഫും കൂടെ ഞങ്ങളൊരു തീരുമാനം. ഈ 3 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ കുറേ പൈസ, പുള്ളിക്കാരത്തി ജോലി ചെയ്തത്, എൻ്റെ ശമ്പളം. അപ്പൊ എനിക്ക് ഈ മഠത്തില് ഒരു സാർ ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ സാർ എന്ന് പറയും. പുള്ളി എനിക്ക് ഒരു ചിട്ടിക്കൊക്കെ കൊടുക്കാനും അവിടുത്തെ ഒരു SBIയിൽ ഒരു അക്കൗണ്ടൊക്കെ എടുത്തു തന്നെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ആ മനുഷ്യൻ. അങ്ങനെ ഞങ്ങൾ ഈ നാട്ടിലെ കടവുകളൊക്കെ തീർത്തു. ഞങ്ങൾ തമ്മിൽ ദൈവസ്ഥയിൽ ഞങ്ങൾ തീരുമാനം എടുത്തു, ഇനി നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി. ഇത്രത്തോളം നമ്മൾ നടത്തി ഒരു പുതിയ ജീവിതമാണ്. കാരണം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയ ഇടയ്ക്കൊക്കെ ചോദിക്കുകയാണേ, പാസ്റ്റർ ആരംഭത്തിലൊന്ന് പറഞ്ഞു വൈഫ് ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നെന്ന് പറഞ്ഞു. അതെ അതെ. അപ്പോൾ വൈഫ് ഓൾറെഡി വിശ്വാസത്തിൽ വന്നായിരുന്നോ? ആക്ച്വലി പാസ്റ്റേ, അവരെല്ലാം കട്ടർ ഹിന്ദു വിശ്വാസത്തിലുള്ളവരായിരുന്നു. അപ്പം ഈ പുള്ളിക്കാരത്തിയെ ചർച്ച് ഓഫ് ഗോഡിന്റെ സഭയെ ശുശ്രൂഷിക്കുന്ന ഒരു ആന്റി ഉണ്ട്. ആ ആന്റി പുള്ളിക്കാരത്തിയെ സഭയെ കൊണ്ടുവരാം. പുള്ളിക്കാരത്തി ഞങ്ങൾ പരിചയപ്പെടുന്നതിന് മുന്നേ പുള്ളിക്കാരത്തി ചർച്ചിൽ പോകും, ആരാധനയ്ക്ക്, പക്ഷെ സ്നാനപ്പെട്ടിട്ടില്ലായിരുന്നു. വിശ്വാസി, കർത്താവിനെ അറിയുന്ന പുള്ളിക്കാരത്തി നേഴ്സായിരുന്നു. ശരി. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞായിരിക്കും സ്നാനപ്പെട്ടത് അല്ലേ? വിവാഹം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് എനിക്ക് മക്കളുണ്ടായതിനു ശേഷം. നിയമപരമായി ചർച്ച വെച്ച് വിവാഹം നടക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം. ശരി. അതൊരു വിപ്ലവമായിരുന്നെന്ന് ചുരുക്കം. എന്തോ അതും ഒരു വിപ്ലവമായിരുന്നെന്ന് ചുരുക്കം. അതെ 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 അതെ. അത് ഞങ്ങൾ നാട് വിട്ടു പോയി, വലിയ പ്രശ്നങ്ങളായി. ശരി, കേൾക്കാം, തുടരാം കേട്ടോ.
അങ്ങനെ പാഷെ ഞങ്ങൾ തമ്മിൽ ഒരു തീരുമാനം എടുത്തു, നമ്മൾ ഇനി കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലി ചെയ്യുക. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പാഷെ ചർച്ച് മിനിസ്റ്റേഴ്സ് സുവിശേഷം പറയുക ആൾക്കാരോട്. അപ്പൊ പുള്ളിക്കാരത്തി മുഴുവനും ജോലി റിസൈൻ ചെയ്തു. ഞങ്ങളുടെ കടങ്ങളൊക്കെ തീർന്നു. എന്റെ കൊച്ചുങ്ങൾ നാട്ടിൽ പഠിക്കുമായിരുന്നു. കുഞ്ഞുങ്ങളെ ഞങ്ങള് കൊണ്ടുവന്നു. ഞാൻ ആദ്യമായിട്ട് നവി മുംബൈയില് സീവുഡ്സില് ഒരു ബി ടൈപ്പ് വീട് വാടക എടുത്തിട്ട് പുള്ളിക്കാരത്തി സൗദിയിൽ നിന്ന് ഡയറക്റ്റ് ബോംബെയിലാണ് വന്നേച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ നാട്ടിൽ പോയി കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഞാന് കുര്യൻ ഡാനിയൽ എന്ന് പറയുന്ന ഒരു ആക്ച്വലി പുള്ളിയാണ് എനിക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനും പുള്ളി എന്നെ ഒത്തിരി ആത്മീയപരമായി, പുള്ളി ഒരു ഓർത്തഡോക്സുകാരൻ. ഈ പലപ്പോഴും ദൈവം ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ളവരെ കൊണ്ട്. പുള്ളി ഒരു ഓർത്തഡോക്സുകാരനാണെങ്കിലും എനിക്ക് പനവേലിലെ രഹോബത്ത് ബിബ്ലിക്കൽ സെമിനാരിയിൽ പാസ്റ്റർ യേശുദാസ് ബെന്നിയുടെ അവിടെ വരണം. ഞങ്ങൾ നെറൂല താമസിക്കുന്നത്. അപ്പം പുള്ളിക്ക് പലപ്പോഴും പുള്ളി YMCയിലെയും ഹഗായിലൊക്കെ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. പുള്ളി ഒരു ബിസിനസ്സുകാരനാണ്. അപ്പൊ പുള്ളിക്ക് പല മീറ്റിങ്ങുകളുണ്ട്. അപ്പൊ എനിക്ക് ഈ ക്ലാസിന്റെ സമയത്ത് എനിക്ക് പോകാൻ പറ്റാതെ ഒരു പുള്ളി എന്തെന്നറിയുമോ, അന്നത്തെ സമയത്ത് ഊബർ വിളിച്ചു പോയിട്ട് പുള്ളിയുടെ വണ്ടി എനിക്ക് തരും ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ. അപ്പൊ ഞങ്ങൾ ഈ ബൈബിൾ കോളേജിൽ പോകുമ്പോൾ കൊച്ചുങ്ങളെ വീട്ടിൽ രണ്ടുപേരെയും ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു ദിവസം പിന്നെ